ഹലോ എടാ, അങ്ങനെ ചേട്ടൻ്റെയും ചേച്ചിയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും മീൻ തിന്നാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞാനും അമ്മയും ചേട്ടനും ചേച്ചിയും കൂടെ പോയായിരുന്നു. അച്ഛൻ ജോലിക്ക് പോയി, അതുകൊണ്ട് അച്ഛൻ വന്നില്ല. നമ്മളെവിടെയാണ് പോയത്? നങ്കൂരത്തിൽ, നമ്മുടെ ശംഖുമുഖത്തെ നങ്കൂരം സീ ഫുഡിലാണേ ഫുഡ് കഴിക്കാൻ പോയത്, മീൻ കഴിക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞപ്പോൾ നല്ല ഉറക്കമായിരുന്നു. പിന്നെ നമ്മളവിടെ ഏതൊക്കെ മീനുണ്ടെന്നൊക്കെ നോക്കി മീനൊക്കെ സെലക്ട് ചെയ്ത് നമ്മൾ വിളമീനാണ് എടുത്തത് കേട്ടോ. വിളമീൻ അവർ പിന്നെ പൊള്ളിച്ചോ എന്തൊക്കെയോ ചെയ്തൊക്കെ കൊണ്ടുവന്നു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ആദ്യം പോവാം, വീഡിയോ എടുക്കണമല്ലോ, അപ്പം ഞാൻ ആദ്യം പോവാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ആദ്യം കയറി. അപ്പോഴേക്ക് ചേട്ടൻ പറഞ്ഞ് ഞാൻ എടുക്കാം എന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ കുഞ്ഞാപ്പും. പിന്നെ നമ്മളവിടെ എവിടെയാണ് സീറ്റ് കണ്ടുപിടിച്ചു കൊണ്ടിരുന്നത്. ഒരു സീറ്റ് കിട്ടി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയ സമയത്ത്. പിന്നെ എൻ്റെ കുറച്ച് ഗോഷ്ഠികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വീഡിയോ എടുക്കണമല്ലോ. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴും കുഞ്ഞാപ്പ് നല്ല ഉറക്കം. ഫുഡ് പ്ലേറ്റ് വന്നു, പിന്നെ നമ്മുടെ ഫുഡ് വന്നു. എന്തൊക്കെയായിരുന്നു ഫുഡ്? നമ്മുടെ കണവ റോസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഈ വിളമീൻ 2 പോർഷനായിട്ടാണ് അവർ കൊണ്ടുവന്നത് കേട്ടോ. കാര്യം ഒറ്റ പ്ലേറ്റിൽ വെക്കാൻ പറ്റാത്തതുകൊണ്ട് 2ആയിട്ട് കട്ട് ചെയ്ത്, വാലൊരു സൈഡ് തലയൊരു സൈഡ്, അങ്ങനെ 2 പ്ലേറ്റിലാണ് കൊണ്ടുവന്നത്. പിന്നെ നല്ല പാൽക്കപ്പ ഉണ്ടായിരുന്നു. മീൻ മുട്ട കിഡിലുമായിരുന്നു കേട്ടോ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഈ വിഴിഞ്ഞത്ത് പോയി കഴിച്ചപ്പം ഭയങ്കര കയ്പ്പായിരുന്നു ആ സാധനം. എന്നാലും പേടിച്ച് വാങ്ങിയതാണ്, പക്ഷെ കിഡിലുള്ള സാധനമായിരുന്നേ മീൻ മുട്ട. പിന്നെ ഞാൻ വാഴയിലേക്ക് നൂത്ത് ആ മീൻ തിന്നാനായിട്ടിരുന്നു. കുഞ്ഞാപ്പും അപ്പോഴേക്ക് എഴുന്നേറ്റു. പിന്നെ അവന് ചേട്ടൻ ഫുഡ് കൊടുത്തുകൊണ്ടിരുന്നു. അവൻ ഈ മീനൊക്കെ കഴിച്ച് കപ്പ, നമ്മുടെ പാൽക്കപ്പയൊക്കെ കഴിച്ചു. കണ്ടോ, ഇതാണ് ലാസ്റ്റ് അവസ്ഥ. കഴിയൂല എന്ന് വിചാരിച്ചാണ് അവസാനം ദഹിക്കാനായിട്ട് ഒരു പൈനാപ്പിൾ ജ്യൂസും കൂടെ അങ്ങോട്ട് കുടിച്ചു. പിന്നെ ഞങ്ങൾ കൈയൊക്കെ കഴുകി പോകാനായിട്ട് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ടൊക്കെ പോയപ്പോഴത്തേക്കും സൈഡിൽ ബീച്ച് കാണാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി ഞാനും കുഞ്ഞാപ്പവും അമ്മയും ചേട്ടനും ചേച്ചിയായിട്ട് നടന്ന് കുറേ നാളായി ശംഖുമുഖത്ത് വന്നിട്ട് ബീച്ചൊക്കെ കണ്ടിട്ട്. ഇപ്പോൾ പഴയതുപോലെയൊന്നുമല്ല, നമുക്കവിടെ ഇരിക്കാനൊക്കെ കണ്ടില്ലേ. പഴയ ശംഖുമുഖമൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. കുറേ മണലും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ മാറി, ഒരുപാട് ഭയങ്കര ഒരു പുരോഗമനമൊക്കെ ഉണ്ടായി. പിന്നെ അവൻ എഴുന്നേറ്റ് നടപ്പായി. അവൻ വീട്ടിലും ഇതുപോലെയാണ്, ഭയങ്കര നടപ്പാണ്. ചേട്ടനും ചേച്ചിയും കൈ പിടിച്ച് നടന്നു. പിന്നെ ഞാൻ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ഉലാത്തിക്കൊണ്ട് നടന്നു. പിന്നെ കുറച്ച് നേരം അങ്ങ് അറ്റത്ത് പോയി ഇങ്ങനെ കടൽ നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞാപ്പും അങ്ങോട്ട് അവൻ്റെ പരിപാടി തുടങ്ങി. തറയിൽ നിന്ന് കുറേ മണൽ വാരിയെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച് കളിയായിരുന്നു അവൻ്റെ ജോലി. പിന്നെ ഞാൻ അവനെ എടുത്ത് ഇങ്ങനെ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എൻ്റെ കൊച്ചങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അഗാധതയിലോട്ട് നോക്കിയിരിക്കുന്നു, ചേച്ചിയും അഗാധതയോട് നോക്കിയിരിക്കുന്നു. പിന്നെ അവരെയും വിളിച്ചൊരു വീഡിയോ എടുത്ത് പോവാനായിട്ട് ഞങ്ങളിങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ചേട്ടൻ കുഞ്ഞാപ്പൂനെയും കളിപ്പിച്ച് നടന്നു പോയപ്പോഴത്തേനും അവിടെ ഫിഷ് സ്പാ കണ്ടു. അപ്പോൾ എൻ്റെ മാതാശ്രീക്ക് ഒരാഗ്രഹം, എനിക്ക് ഫിഷ് സ്പാ ചെയ്യണമെന്ന്. അങ്ങനെ അമ്മയെ കൊണ്ടിട്ട് ഫിഷ് സ്പാ ചെയ്യിപ്പിച്ചു. ഇതാണ് അവസ്ഥ. അതിനകത്ത് കയറി ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊക്കെ ചവിട്ടി കൊല്ലുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഭാഗ്യം അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ അവിടെ ഉള്ള പയ്യൻ നമ്മളെടുത്തിട്ട് റെഡിയാക്കിയത്. അങ്ങനെ അമ്മയുടെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുത്തു. എന്നാൽ ഓക്കെ, ബായ്, പിന്നെ കാണാം, ബായ്.